പഴയ നിയമം മൊത്തം പ്രവചനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ്. പുതിയ നിയമത്തിലും സുവിശേഷങ്ങളിലും പൗലോസൻ ലേഖനങ്ങളിലൊക്കെ പ്രവചന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവചനം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് വ്യാഖ്യാനിച്ച് വേണം പഠിക്കാൻ. നമുക്കറിയാമല്ലോ, എത്യോപ്യയിൽ നിന്ന് കന്നക്ക രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ യെരുശലേമിലേക്ക് കടന്നുപോയി. യെരുശലേമിൽ പോയതിന്റെ ഉദ്ദേശം താനൊരു സത്യ ആരാധന അന്വേഷിച്ച് പോയതാ. യഥാർത്ഥ ആരാധന എവിടെ ഏതിലാ കിട്ടുമെന്ന് അറിയാൻ പോയതാ. അങ്ങനെ യെരുശലേമിൽ ചെന്ന് അവിടുത്തെ ആരാധന എല്ലാം താൻ സംബന്ധിച്ചിട്ട് തനിക്ക് അവിടെ ഒരു തൃപ്തി ഉണ്ടായില്ല. ഈ മന്ത്രി ഒരു ധനകാര്യമന്ത്രിയാണ്, ഫൈനാൻഷ്യൽ മിനിസ്റ്ററാണ്. ഈ മന്ത്രി അവിടെ നിന്ന് ഒരു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, ഒരു അന്ന് ചുരുളാട്ടായിരുന്നു പുസ്തകം, അത് വാങ്ങിച്ചുകൊണ്ട് താൻ പോരുകയാണ്. താൻ പോരുന്ന സന്ദർഭത്തിൽ അത് 1-ാം അധ്യായം മുതൽ 52 അധ്യായം വരെ താൻ വായിച്ചു. ഒന്നും മനസ്സിലാക്കുന്നില്ല. പക്ഷേ തനിക്ക് കിട്ടിയ സമയം ആ ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശമരിയിൽ വലിയ ഉണർവുണ്ടായി. അനേകര് രക്ഷിക്കപ്പെട്ടു. ആ പട്ടണത്തിൽ അനേകർ രക്ഷിക്കപ്പെട്ട് അനേകര് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ സഭ അവിടെ രൂപീകൃതമാകാനിടയായി. അങ്ങനെ നല്ലൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പീലിപ്പോസ്, സ്തേഫാനോസിന്റെ മരണത്തോടുകൂടി സഭ ചതറി. പീലിപ്പോസ് ശമരിയിൽ പോയി സുവിശേഷം അറിയിച്ചു. ആ പട്ടണം നല്ല ഒരു പങ്ക് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. താൻ നല്ലൊരു ശുശ്രൂഷ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ തൻ്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എത്രയും വേഗം ഗസയ്ക്കുള്ള നിർജ്ജനമായ പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. സാധാരണ നമ്മളൊരാണെങ്കിൽ എൻ്റെ തൊഴിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് 4 പെൺപിള്ളേരാണ് ഉള്ളത്. 4 പെൺപിള്ളേർ, ആൺപിള്ളേരൊന്നുമില്ല. അപ്പം പോകുന്ന സ്ഥലത്തെ ഒരു ട്രാൻസ്ഫർ കൊടുക്കുക, പോകുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ഒരു വിവരണമൊന്നുമില്ല. പല ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇന്നത്തെ ഞാനും എല്ലാവരും ചോദിച്ചാൽ അവിടെ പോയാൽ ആരാണ് എന്നെ സ്വീകരിക്കുന്നത്, അതൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പെൺമക്കളുടെ ഭാവി എന്താണ്, പിന്നെ ഞാൻ എങ്ങനെ അവിടെ ജീവിക്കും, അവിടെ എനിക്ക് താമസിക്കാൻ ഇവിടെ സൗകര്യം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒക്കെ ചോദിച്ചത്. എന്നാൽ നീ എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാം. അതൊരു നിർജ്ജന പ്രദേശത്തേക്ക് താൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോവുകയാണ്. താൻ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നെ എന്തിനാണ് ദൈവം ഇങ്ങനെ അയച്ചു എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് താൻ യാത്ര ചെയ്യുമ്പോൾ ദൂരെ നിന്ന് ഒരു തേര് വരുന്നത്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ദൂരെ നിന്ന് ഒരു തേര് വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കാം. അവിടെ വായിക്കുന്നത് പീലിപ്പോസ് ഓടിച്ചെന്നാ. സാധാരണ നമ്മളോട് ഓടാൻ പറഞ്ഞാൽ നടക്കാൻ നോക്കും, നടക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ നോക്കും. എന്നാൽ പീലിപ്പോസ് നടക്കാൻ പറഞ്ഞ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഓടിച്ചെന്നു എന്നാണ് വായിക്കുന്നത്. ഓടിച്ചെന്നപ്പോൾ ഷണ്ണൻ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, വളരെ ഉറക്കെ വായിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തേരിനോട് ചേർന്ന് നടക്കും. താൻ തേരിനോട് ചേർന്ന് നടന്നപ്പോൾ ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. ഉടനെ ഷണ്ണൻ പറഞ്ഞു, ഒരുത്തൻ അത് നോക്കണം, ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി, ഫൈനാൻഷ്യൽ മിനിസ്റ്ററാണ്. ഒരു മന്ത്രിയോട് ചോദിക്കുക, നീ വായിക്കുന്ന ഗ്രഹിക്കുന്നു. അപ്പൊ മന്ത്രി തിരിച്ചു പറഞ്ഞു, ഒരുത്തൻ പൊരുൾ തിരിച്ചറിഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും. തൻ്റെ കൂടെ തേരിലിരിക്കാൻ പറഞ്ഞു. തേരി കയറിയിരുന്നു. ആ സമയത്ത് ഷണ്ണൻ വായിച്ച വേദഭാഗം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം. അറുക്കുവാനുള്ള ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു, രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ ന്യായം അതേ വായ തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറ ആര് വിവരിക്കും? ഭൂമിയിൽ തന്റെ ജീവനെ എടുത്തു കളയുന്നല്ലോ. ഈ വേദഭാഗമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ ഇത് ആരെക്കുറിച്ച് പറയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പം ചോദിച്ചു, നീ വായിക്കുന്ന ഗ്രഹിക്കുന്നുവോ? കയറി തേണിച്ചു കൊടുത്തു, വ്യാഖ്യാനിച്ചു. പഴയ നിയമത്തിൽ ഷണ്ണൻ വായിച്ച വേദഭാഗം എന്താണെന്നറിയോ? അവിടെ സ്നാനത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അറുക്കുവാനുള്ള കുഞ്ഞാടിനെ പോലെ മിണ്ടായിരുന്നു, രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ അതേ അവൻ വായ തുറക്കാതിരുന്നു. അവിടെ സ്നാനത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ തിരുവെടുത്ത് ആധാരമാക്കി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു, വ്യാഖ്യാനിച്ചു. ആ സുവിശേഷം അറിയിച്ച കൂട്ടത്തിൽ സ്നാനത്തെ കുറിച്ചും പറഞ്ഞു. അങ്ങനെ പോകുമ്പോഴാണ് വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇതാ വെള്ളം, ഞാൻ സ്നാനം നിൽക്കുന്നതിന് എന്ത് വിരോധം? ഒരു വിരോധമില്ല. ഒരു ചോദ്യമുണ്ട്, യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനെന്ന് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു? അവൻ വിശ്വസിക്കുന്നു പറഞ്ഞു. ഉടനെ തേര് നിർത്താൻ കൽപ്പിച്ചു. പീലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി, വെള്ളത്തിന് കയറി. പീലിപ്പോസിന് ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി
പക്ഷെ അണ്ണനുണ്ടല്ലോ നിരാശപ്പെട്ടു പോയെന്നല്ല, സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. ജീവിതത്തിൽ കിട്ടിയ മാർഗം, സത്യം അന്വേഷിച്ച് സത്യ മാർഗം ലഭിച്ച അണ്ണൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. എന്ന് പറഞ്ഞ പോലെ തിരുവചനം വ്യാഖ്യാനിച്ചു പഠിക്കേണ്ടതാണ്. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാൻ വേണം. അതുപോലെ യമ്മൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരെ കുറിച്ച് അറിയാമല്ലോ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം നിരാശപ്പെട്ട് അവര് യമ്മൂസിൽ നിന്ന് യെരൂശലേമിൽ നിന്ന് യമ്മൂസിലെ എന്നാ പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവർ വഴി തമ്മിൽ തർക്കിച്ചു പോവുക. അന്നേരം യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം യേശു അവരോട് ചേർന്ന് നടന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തോ സംസാരിക്കുന്നത്? അയ്യോ, നീ ഒരുത്തൻ മാത്രം അറിഞ്ഞില്ലയോ? ആ നസറേനാകുന്ന യേശുവിനെ റോമാക്കാര് യഹൂദന്മാരെല്ലാവരും ക്രൂശിച്ചു കൊന്നു. അവൻ നല്ലവനായിരുന്നു. ഞങ്ങൾക്ക് നല്ല വചനങ്ങളൊക്കെ പറഞ്ഞു തന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇത് മാത്രം നീ അറിയുന്നില്ലയോ? അറിഞ്ഞില്ലേ? എല്ലാവരും അറിഞ്ഞ വിഷയമാണെന്ന് പറഞ്ഞു. അപ്പം കർത്താവായ യേശു എന്താ ചെയ്യുന്നത്? ചോദിച്ച വിളി എങ്ങനെയാ? അയ്യോ ബുദ്ധിഹീനരേ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെന്ന് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, യേശു ഇങ്ങനെ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്നുള്ളത് മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്നും പ്രവാചക പുസ്തകത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ തിരുവചനം വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകവും വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടതായ ഒരു പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ അതിൽ തന്നെ നിന്ന് വായിച്ചാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ 13 അധ്യായം വായിക്കുമ്പോൾ ഇതാ സമുദ്രത്തിൽ നിന്ന് ഒരു മൃഗം കയറി വരുന്നു. എന്തുവാ? അത് 7 തലയുള്ള മൃഗം, 10 കൊമ്പ് ഉള്ള ഒരു മൃഗം. നമ്മളത് വ്യാഖ്യാനിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ 1-ാമത്തെ ദിവസം തൊട്ട് ഇത് വ്യാഖ്യാനിച്ച് പഠിക്കാൻ തക്കവണ്ണം പോവുകയാണ്. ദൈവമക്കൾ എല്ലാവരും ഇന്ന് പ്ലാറ്റ്ഫോമിൽ വന്നവരെല്ലാവരും എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നാൽ വലിയ ഉപകാരം. എന്നാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഞാൻ അടുക്കായിട്ട് കഴിഞ്ഞ 55 വർഷമായിട്ട് ഈ പുസ്തകം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അനേക സ്ഥലങ്ങളിൽ പഠിപ്പിക്കാൻ തക്കവണ്ണം. അങ്ങനെ പഠിപ്പിച്ച കൂട്ടത്തിൽ അനേകരെ കർത്താവിലേക്ക് കടന്നു വരുവാനിടയായി. കൂടുതലും നമ്മൾ മറ്റു പുറത്തു നിന്നൊക്കെ ആൾക്കാരെ ഇതിനകത്ത് കൂട്ടിയാൽ ഈ വചനം അവരുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യും. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും ഉത്സാഹത്തോടെ ഇതിൽ പങ്കുകൊണ്ടാൽ നമുക്ക് വചനം പഠിച്ച് മുൻപോട്ട് പോകാം. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ യശയാന്റെ വളരെയധികം ഉത്സാഹത്തോടുള്ള പ്രവർത്തനങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇത് പത്മോസിൽ കിടന്ന യോഹന്നാന് AD 95-96 ഈ വർഷങ്ങളിൽ എഴുതിയ ഒരു പുസ്തകമാണ്. AD 96 എഴുതിയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഡൊമീഷ്യൻ ചക്രവർത്തി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, റോമിൽ ഡൊമീഷ്യൻ ചക്രവർത്തി 10 ചക്രവർത്തിമാരാലുള്ള പീഡനകൾ ആദിമകാലത്ത് ക്രിസ്ത്യാനികൾക്കുണ്ടായി. ഒരുപാട് ക്രിസ്ത്യാനികളെ അക്കാലത്ത് ക്രൂശിച്ചു കൊല്ലുകയും സിംഹത്തിന്റെ വായിൽ കൊടുക്കുകയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മരിച്ചിട്ട് കടുവായുടെ മുമ്പിൽ കൊടുക്കുകയും, അങ്ങനെ ക്രിസ്ത്യാനികൾ ഒരുപാട് പീഡനയിൽ കൂടി കടന്നുപോയ കാലഘട്ടമുണ്ട്. ഇന്ന് നമ്മള് മണിപ്പൂരിലും മറ്റും ഉത്തർപ്രദേശ് നടക്കുന്ന പീഡയുണ്ടല്ലോ, അത് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, അവിടെയും ഒരുപാട് പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഒരുപാട് ക്രിസ്ത്യാനികൾക്ക് പീഡനം ഉണ്ടായി. അങ്ങനെ ഡൊമീഷ്യൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, റോമിലെ ഒരു ചക്രത്തിന്റെ പേരാണ് ഡൊമീഷ്യൻ. ആ ഡൊമീഷ്യൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹം തന്നെത്താൻ ദൈവമായി. അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഞാനാണ് ദൈവം, എന്നെ ആരാധിക്കണം. എന്നെ ആരാധിച്ചില്ലെങ്കിൽ അവരെ കൊല്ലാൻ തക്കമുള്ള ഓർഡറാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ സൈന്യങ്ങൾ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ ക്രിസ്ത്യാനികൾ അത് സമ്മതിച്ചില്ല. കാരണം അവർ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് മാത്രം ഉണ്ടാക്കിയ ഒരു നിയമമാണ്. ഇന്ന് നിയമങ്ങളൊക്കെ പോളിസിയൊക്കെ തിരുത്താൻ തക്ക ഇന്ത്യ ഗവൺമെന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ ക്രിസ്ത്യാനികളെ, ദൈവമക്കളെ ഉദ്ദേശിച്ച്. എന്ന് പറഞ്ഞ പോലെ തന്നെത്താൻ ദൈവമാക്കി. അങ്ങനെ തന്നെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ആരാധിക്കാതെ വലിയൊരു കൂട്ടം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചാണ് ഈ കടുവായുടെ മുമ്പിൽ ഇടുക, സിംഹത്തിന്റെ മുമ്പിൽ കൊടുക്കുക, ക്രൂശിച്ചു കൊല്ലുക, സ്ത്രീകളെ പീഡിപ്പിക്കുക, ഈർച്ചവാളാൽ കൊല്ലുക. ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടി കടന്നുപോയി. ഞാൻ ആ സംഭവങ്ങളൊക്കെ ഈ വെളിപ്പാട് പുസ്തകം പഠിച്ചു വരുമ്പോൾ രക്തസാക്ഷികളായിട്ട് മരിച്ച ഓരോ വീരന്മാരുടെ കാര്യങ്ങൾ ഇടയ്ക്ക് ഞാൻ ഉദാഹരണം പറയുന്നത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകും. അങ്ങനെ പീഡനത്തിൽ കൂടി കടന്നുപോയ ഒരു വലിയ കൂട്ടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ്
ഈ യോഹന്നാനെ പിടിച്ച് തിളപ്പിച്ച എണ്ണയിലിട്ടു. യോഹന്നാൻ അപ്പോസ്തലനെ, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി എണ്ണ തിളപ്പിച്ചിട്ട് എണ്ണയ്ക്കകത്ത് കൊണ്ടിട്ടു. ചരിത്രം പറയുന്നത് ഇദ്ദേഹം എണ്ണയ്ക്കകത്ത് വീണ ഉടനെ എണ്ണ അങ്ങ് തണുത്തു. താൻ ചെന്ന് വീണത് പരിശുദ്ധാത്മാവിനാലാണ്. ആ എണ്ണ തണുത്തു. അപ്പൊ അവിടുന്ന് തന്നെ വിടിയിപ്പാൻ തക്കണം ഒക്കാതെ വന്നപ്പോൾ, അത് കൊല്ലാൻ തക്കണം ഒക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തി. ദ്വീപ് പത്മോസ് എന്ന ദ്വീപിൽ ഇന്നും പലരും പോയി ആ ദ്വീപൊക്കെ സന്ദർശിക്കുന്നുണ്ട്. ലണ്ടനിൽ എൻ്റെ സ്നേഹിതരൊക്കെ ആ ദ്വീപിൽ പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും അനേകര് ഈ പത്മോസ് ദ്വീപ് പോയി കണ്ടിട്ടുണ്ട്. യോഹന്നാൻ ഒരു ഗുഹയിരുന്ന് കണ്ട വെളിപ്പാട്, ആ സ്ഥലം അതൊരു വലിയ ദേവാലയമാക്കിയിരിക്കുകയാണ്. ഇന്നും ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം അവിടെ ആയിട്ടുണ്ട്. പത്മോസ് എന്ന ദ്വീപിലേക്ക് തന്നെ നാട് കടത്തി. കുറ്റക്കാരെ, തടവുകാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഏകരായി പാർക്കത്തക്കോണം തടവുകാരായി പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുക. താൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു സന്ദർഭമാണ്. എന്നാലും തന്റെ വിശ്വാസത്തിന് യാതൊരു വിധമാകുന്ന ക്ലേശങ്ങളും സംഭവിക്കാതെ താൻ വിശ്വാസത്താൽ ഉറച്ചു നിന്നു. യോഹന്നാൻ അപ്പോസ്തലൻ 5 പുസ്തകം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ ഈ വെളിപ്പാട് കണ്ടത് യോഹന്നാൻ അപ്പോസ്തലനാണ്. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ യോഹന്നാൻ എന്ന പേരിനാൽ അറിയപ്പെടുന്ന 3 പേരുണ്ട്. ഒന്ന് യോഹന്നാൻ സ്നാപകൻ, നമുക്കറിയാം, സ്നാപക യോഹന്നാൻ. രണ്ടാമതൊരു യോഹന്നാനുണ്ട്, മർക്കോസ് എന്ന് മറുപേരുള്ളൊരു യോഹന്നാൻ. അത് അപ്പോസ്തലപ്രവൃത്തി 13 മുതലുള്ള അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. അത് ഞാൻ ആ ഭാഗം പിന്നീട് തെളിയിക്കാം. അത് ഇന്ന് രാത്രിക്കാലം തെളിയിക്കുന്നില്ല. ഇത്ര അറിഞ്ഞാൽ മതി. യോഹന്നാൻ എന്ന പേരിനാൽ അറിയപ്പെടുന്ന 3 പേരുണ്ട്. ഒന്ന് സ്നാപക യോഹന്നാൻ, 2 മർക്കോസ് എന്ന് മറുപേരുള്ള ഒരു യോഹന്നാനുണ്ട്. 3ാമത് യോഹന്നാനാണ് അപ്പോസ്തലനായ യോഹന്നാൻ. ഈ യോഹന്നാനാണ് ഈ വെളിപ്പാട് കാണുന്നത്. യോഹന്നാൻ 5 പുസ്തകം എഴുതി. ഒന്ന് സുവിശേഷം. ആ സുവിശേഷത്തിലാണ് താൻ എഴുതിയത്, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. തന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സ്നേഹം, സ്നേഹം, സ്നേഹം എന്നുള്ളതായിരുന്നു. യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതി. നമുക്ക് എല്ലാവർക്കും അറിയാം. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. സുവിശേഷത്തെ കൂടെ കൂട്ടി 4, വെളിപ്പാട് പുസ്തകം കൂടെ കൂട്ടി 5 പുസ്തകം എഴുതി. അപ്പൊ യോഹന്നാന്റെ ലേഖനം നമ്മളൊന്ന് വായിച്ചു നോക്കി. 1 യോഹന്നാൻ ലോകത്തിൽ ഏറ്റവും വലിയ ഒരു ആപ്തവാക്യം എഴുതി വെച്ച് ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് യോഹന്നാനാണ്. ദൈവം സ്നേഹം തന്നെ, ഗോഡ് ഈസ് ലവ്. അത് നമ്മുടെ എല്ലാ വീടുകളിലും ആ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അത് യോഹന്നാനാണ് കണ്ടുപിടിച്ചത്. യോഹന്നാൻ പറഞ്ഞത് ദൈവ സ്നേഹമാണ്. അപ്പൊ യോഹന്നാനെ അറിയപ്പെടുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നുള്ള പേരിനാലാണ്. താൻ ഈ ലേഖനം എഴുതുന്ന സമയത്ത് 1 യോഹന്നാന്റെ ലേഖനവും 2 യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്, അതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. ഞാൻ ഒരു കമന്ററി ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ടെലിഫോൺ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ കമന്ററി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വ്യാഖ്യാനം. അത് www.cvandrewsbible.com അടിച്ചാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഉള്ളതിന്റെ പശ്ചാത്തലം കാണാം. ബാക്ക്ഗ്രൗണ്ട്, മുഖവര, അത് ഓരോ മെസ്സേജ് ക്ലാസ്സുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരും നോക്കരുത്, ഇപ്പൊ ക്ലാസ് ശ്രദ്ധിക്കണം. അത് വേണം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എൻ്റെ പേര് CV ആൻഡ്രൂസ് എന്നാണ്. CV ആൻഡ്രൂസ്. പിന്നെ bible.com ഇത് അടിച്ചാല് നിങ്ങൾക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിന്റെയും യോഹന്നാന്റെയും ലേഖനങ്ങളും സുവിശേഷത്തിന്റെ ലേഖനത്തിന്റെയും എന്താണ് അത് എഴുതാനുള്ള കാരണം എന്നുള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ തൊക്കെ കഴിയും. നമ്മളുള്ള കാലത്ത് ദൈവത്തിനെ പഠിക്കുകയും ധ്യാനിക്കുകയും എന്ന് വിചാരിച്ച് ആരും ജോലിക്ക് പോകാതിരിക്കരുത്, മെനക്കെട്ടിരിക്കരുത്. അവരോട് ജോലി ചെയ്യുകയും എല്ലാം ചെയ്യണം കേട്ടോ. ദൈവത്തിന് സ്വാഗതം. അപ്പം യോഹന്നാനെ അറിയപ്പെടുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നുള്ള പേരല്ല, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. ഈ വെളിപ്പാട് ഏറ്റവും അവസാനമായി മരിച്ച വ്യക്തി എന്ന് പറയുന്നത് യോഹന്നാനാണ്, ഈ അപ്പോസ്തലനാണ്. മറ്റുള്ളവരൊക്കെ രക്തസാക്ഷികളായിട്ട് മരിച്ചു. സ്വാഭാവിക മരണം പ്രാപിച്ചത് ഈ യോഹന്നാനാണ്. താൻ പ്രായം ചെന്ന് വൃദ്ധനായിരിക്കുകയാണ്. ഡൊമീഷ്യൻ കഴിഞ്ഞ അടുത്ത ചക്രവർത്തി വന്നപ്പോൾ തന്നെ പത്മോസ് ഇവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം താൻ എപ്പസോൽ സഭയിലെ ആണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്.
താനിപ്പം പടുവൃത്തനായിരിക്കുകയാണ്. താനിങ്ങനെ കൂനിക്കൂനിയാണ് ആലയത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ താന് എഴുതിയതായ ലേഖനമാണ് ഈ യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പച്ച ഇന്ന് സഭായോഗത്തിനൊരു വാക്ക് ഒന്ന് അല്പസമയം ഒന്ന് പ്രബോധനം പറയാമോ, പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചാൽ, ഈ അപ്പച്ചൻ അതേ വടിയും കുത്തി സ്റ്റേജിലേക്ക് വന്നിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയും, എൻ്റെ കുഞ്ഞുങ്ങളെ അധികം ഒന്നും പറയാനില്ല, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. പിതാക്കന്മാരെ, ബാല്യക്കാരെ, യൗവനക്കാരെ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ദൈവ സ്നേഹം തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭയിലും നമ്മുടെ കൂട്ടായ്മയിലും അവിടെയുള്ള ട്രിവാൻഡ്രത്തുള്ള സഭകളിലും വിവിധ രാജ്യങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരും, നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സഭ നിലനിൽക്കത്തുള്ളൂ, കുടുംബം നിലനിൽക്കത്തുള്ളൂ. സ്നേഹം, ദൈവ സ്നേഹം തന്നെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന യോഹന്നാന്റെ വായിന്ന് വരുന്ന മൊത്തം സ്നേഹം 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 എന്നുള്ളതാണ്. ആ സ്നേഹം നമ്മൾ തെളിയിക്കണം. നമ്മളിഞ്ഞ് പോകാതിരിക്കുന്ന സ്വർഗത്തിലോ, ആ സ്വർഗത്തിലും അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. 1 Corinthians 13 നമ്മൾ വായിക്കുമ്പോൾ സ്നേഹം, സ്നേഹത്തെ കുറിച്ചല്ലേ പറയുന്നത്. അത് അപ്പോസ്തലനായ പൗലോസ് 14 സംവത്സരം മുൻപേ അപ്പോസ്തലപ്രവൃത്തി 14 വായിക്കുമ്പോൾ ശത്രുക്കൾ തന്നെ കല്ലെറിഞ്ഞ് താൻ മരിച്ചുപോയി എന്ന് അവർ മനസ്സിലായി. വലിച്ചടിച്ച് കാട്ടിലേക്ക് കൊണ്ട് വലിച്ചെറിഞ്ഞു. വാസ്തവത്തിൽ പൗലോസ് മരിച്ചുപോയി എന്നാണ് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 14 വായിച്ചു നോക്കി അറിയാം. ശിഷ്യന്മാരൊക്കെ, തന്റെ കൂട്ടുപ്രവർത്തകർ തന്റെ ചുറ്റും നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ് ഉയർത്തെഴുന്നേറ്റു എന്നാണ്. താൻ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് 1 Corinthians 13 ക്രിസ്തു ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പ് സ്വർഗത്തോളം എടുക്കപ്പെട്ടു, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ ശരീരം കൂടാതെ എന്ന് ഞാൻ അറിയുന്നില്ല. ആ മനുഷ്യൻ പർദീസായിൽ എടുക്കപ്പെട്ടു. ഈ അപ്പോസ്തലപ്രവൃത്തി 14 താൻ മരിച്ചുപോയ സന്ദർഭത്തിൽ തന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ താൻ കാണുന്ന മൊത്തം സ്നേഹമാണ്. അവിടുന്ന് തിരിച്ചു താൻ വന്ന് താൻ പ്രാപിച്ച വെളിപ്പാടാണ് 1 Corinthians 13 ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചെലമ്പുന്ന കൈത്താളുമോ അത്രേ സ്നേഹം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എത്ര കൃപാവരുണ്ടല്ലോ, എത്ര അന്യഭാഷ പറഞ്ഞു. പ്രൈസ്. മലകളെ നീക്കാനുള്ള കഴിവുണ്ടെങ്കിലും ഒറ്റ വാക്ക് പറഞ്ഞ് മല അങ്ങോട്ട് മാറി. അത്രയും കഴിവുണ്ടെങ്കിലും പൗലോസ് ചോദിക്കുക, നിനക്ക് അതൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. സ്നേഹമുണ്ടോ? സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല, സീറോയാ. ദൈവത്തിന് സ്തോത്രം. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഈ പറഞ്ഞ അന്യഭാഷ മാറിപ്പോകും. ഇപ്പം നമുക്ക് ഈ ലോകത്തിൽ അന്യഭാഷ ആവശ്യമാണ്. കാരണം മനുഷ്യരെ കൊണ്ടല്ല, ദൈവത്തോട് സംസാരിക്കുന്നു കേട്ടോ. ഈ ഭാഷാപരം മാറിപ്പോകും, ജ്ഞാനം മാറിപ്പോകും കേട്ടോ. ഇതൊക്കെ മാറിപ്പോകുന്നതാണ്. പ്രവചനം മാറിപ്പോകും. എന്നാൽ നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, സ്നേഹം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ യോഹന്നാൻ അപ്പോസ്തലനെ അറിയുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന പേരിനാലാണ് താൻ അറിയപ്പെടുന്നത്. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. യോഹന്നാൻ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനം എന്നാണ്. ദൈവത്തിന്റെ ദാനം, അതാണ് തന്റെ പേരിന്റെ അർത്ഥം. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ കിടക്കുന്ന സന്ദർഭത്തിൽ താൻ കണ്ട വെളിപ്പാടാണ് ഇത്. ഈ പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. നമ്മൾ തിരിക്കണ്ട, 3 ഭാഗമായി. സിസ്റ്റർ ഇത് വായിച്ച 1-ാം അധ്യായം അതിന്റെ 19-20 വായിച്ച്. 1:19. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഈ വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. 1 നീ കണ്ടത്, 2 ഇപ്പോൾ ഉള്ളത്, 3 ഇനിമേൽ സംഭവിപ്പായിരിക്കുന്നത്. നമ്മൾ തിരിക്കണ്ട, പരിശുദ്ധാത്മാവ് തന്നെ തിരിച്ചു വച്ചിരിക്കുക. അതാണ് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിന്റെ വ്യവസ്ഥ. കാരണം നമ്മളായിട്ട് തിരിക്കണ്ട. യോഹന്നാനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, കർത്താവ് പറയാണ്, നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിപ്പാനുള്ളത്.
ഇതാണ് ഇതിന്റെ വിഭജനം. നീ കണ്ടത് എന്ന് പറയുന്നത് 1-ാം അധ്യായം, പ്രത്യേകിച്ച് 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ് കണ്ടത്. വായിച്ചേ, 11-ാമത്തെ വാക്യം മാത്രം നീ വായിച്ചേ. കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, നീ സ്മുർന, നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്ക് വായിക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത് ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. മതി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. കാണുന്നത് എഫെസോസ്, സ്മുർന, അതാണ് നീ കാണുന്നത്. ഈ 7 സഭകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഈ 7 സഭകൾ എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ, 7 സഭകൾ. ഈ 7 സഭകൾ എവിടെ ആയിരുന്നു? നമ്മൾ വായിക്കുന്ന ആസിയ വായിക്കുന്നത്, ഏഷ്യ. അത് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ഏഷ്യ എന്നാണ്. ഏഷ്യ മൈനറിലുള്ള 7 സഭകൾ. ആ ഏഷ്യ മൈനർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് തുർക്കി എന്നറിയപ്പെടുന്ന രാജ്യമാണ്. തുർക്കി അല്ലെങ്കിൽ ടർക്കി. ടർക്കി എന്ന് പറയുന്ന രാജ്യത്തുള്ള 7 സ്ഥലങ്ങളാണ് എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ. അവിടെ 7 സഭകൾ ഉണ്ടായിരുന്നു. 7 സഭകൾ മാത്രമല്ലായിരുന്നു. അടുത്ത ആഴ്ച ഞാൻ അതിന്റെ ഒന്നുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. 7 സഭകൾ മാത്രമല്ലായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ത്രോബാസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഉണ്ട്, തുർക്കി രാജ്യത്ത് ത്രോബാസ്. ഹിയറപ്പോലിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാം സഭ ഉണ്ടായിരുന്നു. കൊലോസ്യ സഭയുണ്ടല്ലോ, അതും ഈ തുർക്കിയിലായിരുന്നു. നമുക്ക് ഇന്നത്തെ രാജ്യം അനുസരിച്ച് മാത്രം നമുക്ക് ചിന്തിക്കാം, എങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ ഏഷ്യ മൈനർ വേണ, നമ്മൾ കാണുന്ന ഏഷ്യ ഭൂഖണ്ഡം അല്ല, അതിന് ഏഷ്യ മൈനർ എന്നാണ് കാലത്ത് പേര് പിടിച്ചിരുന്നത്. അത് റോമാക്കാരുടെ കയ്യിലായിരുന്നു ഈ തുർക്കിയുടെ പ്രദേശം എല്ലാം. അപ്പോൾ റോമാക്കാർ ഇവിടെ എല്ലാം ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഈ തുർക്കിയിലുള്ള 7 സഭകള്, അവിടെ ഹിയറപ്പോലിസ് സഭയുണ്ട്, ത്രോബാസ് സഭയുണ്ട്, കൊലോസ്യ സഭയുണ്ട്, പിന്നെയുണ്ട് ഗലാത്യ സഭകളില്ലേ, ഗലാത്യ എന്ന് പറഞ്ഞ സ്ഥലം. ഗലാത്യ സഭകൾ അതിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഉണ്ടായത്. ഇതെല്ലാം തുർക്കിയിൽ നടന്നായ പ്രവർത്തനം മൂലം, അപ്പോസ്തലനായ പൗലോസിന്റെ പ്രവർത്തനം മൂലം സ്ഥാപിതമായ സഭകളാണ്. എപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസ് തുർക്കി കടന്നുപോയത്? റോമൻ പൗരത്വമുള്ള വ്യക്തി. എപ്പോഴാണ് തുർക്കിയിലേക്ക് കടന്നുപോയത്? ബെന്യാമിൻ ഗോത്രക്കാരൻ എപ്പോഴാണ് കടന്നുപോയത്? തന്റെ സുവിശേഷ പ്രവർത്തനം 1-ാം മിഷണറി യാത്രയിൽ, 2-ാം മിഷണറി യാത്രയിലെല്ലാം താൻ ഈ പ്രദേശങ്ങളിൽ കടന്നുപോയി. അവിടെ എല്ലാം ദൈവത്തിന്റെ വചനം സംസാരിച്ച് അവിടെ സഭകൾ സ്ഥാപിതമാകുവാൻ തക്കണം ഇടയായിത്തീർന്നു. തന്റെ 1-ാം മിഷണറി യാത്രയിൽ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ എത്തിയെന്ന് വായിക്കുന്നു അല്ലേ? ആ ഉൾപ്രദേശം കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഉടനെ പൗലോസിന് സംശയം, എന്നാൽ പിന്നെ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? ചില ഈ തൃത്വത്തെ കുറിച്ച്, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, തൃത്വം ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഒരിക്കല് ഞാൻ ഈ ദുരുപദേശ ഖനനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ദൈവീയ തൃത്വത്തെ നിഷേധിക്കുന്ന എൻ്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. പാസ്റ്റർ സി വി ആൻഡ്രൂസ് നടിച്ചാൽ കിട്ടും. നമ്മുടെ വിഷയം അതല്ല. എന്നാൽ അവരെ തെളിയിക്കത്തക്കാണ് ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. പൗലോസ് ഉൾപ്രദേശങ്ങളോട് സഞ്ചരിച്ചിട്ട് എഫെസോസിൽ എത്തി ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട്? അവരുടെ ഉത്സാഹം എല്ലാം കണ്ടപ്പോഴേ, അവരെല്ലാം കൂടെ 12 പേരുണ്ട്. അവരുടെ ഉത്സാഹം കണ്ടപ്പോൾ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? അപ്പൊ അവർ കൊടുത്ത മറുപടി, അയ്യോ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കൂടി ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത പൗലോസ് ചോദ്യം, എന്നാൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? സ്നാനപ്പെടുന്ന സമയത്ത് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്നുള്ള കേൾക്കാവില്ല. എന്നാൽ സ്നാനം ഏതായിരുന്നു? അത് യോഹന്നാൻ സ്നാപന സ്നാനം. പൗലോസ് പറഞ്ഞു, അത് മാനസാന്തരപ്പെട്ടെന്നുള്ളതിന്റെ തെളിവിന് വേണ്ടി നൽകുന്ന സ്നാനമാണ്. അതിന്റെ പീരീഡ് കഴിഞ്ഞു പോയി. അവന്റെ പിന്നാലെ വന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. അവരെ വീണ്ടും സ്നാനപ്പെടുത്തി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തിയത്. എന്നാൽ അവിടെ എഴുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടെന്ന് എഴുതിക്കുന്നത്. ഞാൻ ഇത്രയും വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ട് ഞാൻ ഭാഗം പറഞ്ഞു വിടാം. അപ്പോസ്തല പ്രവൃത്തി 4 പ്രാവശ്യം
യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ന് എഴുതിയിട്ടുണ്ട്, വെറും 4 പ്രാവശ്യം. എന്നാൽ അതുപോലെ തന്നെ പീലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ സ്നാനപ്പെടുന്ന എഴുതിയിട്ടുണ്ട്, പീലിപ്പോസിനെ. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ നാമക്കാർ അല്ലെങ്കിൽ വന്നസുകാര് ഈ 4 ഭാഗങ്ങൾ വെച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ മാത്രമേ സ്നാനപ്പെടുത്താവൂ എന്ന് പറഞ്ഞ് അവർക്ക് എതിർക്കാൻ തൊക്കെ നോക്കത്തില്ല. പീലിപ്പോസിനെ വിശ്വസിച്ചപ്പോൾ സ്നാനമേറ്റെന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയും സ്നാനമേറ്റെന്ന് മാത്രം എടുത്തിട്ടുണ്ട്, ആരുടെ നാമം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇനിയും ആരുടെ നാമം പറയുന്നില്ലെന്ന് പറഞ്ഞ പോയി സ്നാനപ്പെട്ടാലോ? അത് ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ ചെയ്തി. ഞാൻ പുതുപ്പള്ളിക്കാരൻ, ഉമ്മൻചാണ്ടിയുടെ നാട്ടുകാരൻ. അവിടെ ഒരു അപ്പച്ചൻ, ഞാൻ ചെറിയ പ്രായത്തില് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ദൈവകൃപയിലേക്ക് കടന്നു വന്ന 8ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് 10ാമത്തെ വയസ്സ് സ്നാനപ്പെട്ടതാണ്. അപ്പം ഞാൻ അന്നും സുവിശേഷം പറയുമായിരുന്നു. അപ്പൊ അവിടെ എന്നെ നാട്ടുകാർക്കെല്ലാം വലിയ ഇഷ്ടമാണ്, എന്റെ ഉത്സാഹം കണ്ടു. അപ്പൊ ഈ അപ്പച്ചനോട് സുവിശേഷം പറഞ്ഞപ്പോ എന്നെ മോനെ മകൻ പറയുന്ന ഒക്കെ ശരിയാ, പക്ഷെ എന്നെ സ്നാനപ്പെടുത്താൻ തൊക്കെ യോഗ്യനായിട്ട് ഒരാളെ കാണുന്നില്ല എന്ന് പറഞ്ഞ അപ്പച്ചൻ തോട്ടിൽ പോയി തന്നെത്താൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെയും മുങ്ങെന്നും പറഞ്ഞ് മൂക്കുത്തിയൊക്കെ മുങ്ങിയേ. അത് സ്നാനമല്ല. മനസ്സിലോ? സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. പിന്നെ യേശുവിന്റെ നാമം എന്ന് അവിടെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താ? അന്ന് യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ അറിയത്തുള്ളായിരുന്നു. മറ്റൊരുത്തരും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമം അല്ലാതെ വേറെ നാമമില്ല. അവരെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദം യേശുവിന്റെ നാമം എന്നാണ്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാം, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. അതുകൊണ്ടാണ് യേശുവിന്റെ നാമം എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചത്. എന്നാൽ സ്നാനത്തിന്റെ ഫോർമുല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. അതാണ് അവിടെ നടന്നത്. അപ്പൊ പൗലോസ് എഫെസോസിലെത്തി, നിങ്ങൾ 19 അധ്യായം വായിക്കുമ്പോഴേ അതിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ കൊർന്നല്യോസിന്റെ വീട് വാടകയ്ക്ക് തന്നെ എടുത്തു. ആ വീട് വാടകയ്ക്കെടുത്ത് ആ വീട്ടിൽ തന്നെ 2 വർഷക്കാലം ബൈബിൾ ക്ലാസ് നടത്തി. ആ 2 വർഷം ബൈബിൾ ക്ലാസ് നടത്തിയപ്പോൾ ആസിയിലുള്ള ഏഷ്യയിലുള്ള എല്ലാവരും സുവിശേഷം കേൾക്കാനിടയായെന്നാണ് അവിടെ ഇരിക്കുന്നത്. ആസിയുള്ള എല്ലാവരും വന്ന് വചനം കേട്ട് ചിലർ തർക്കിക്കാനൊക്കെ വന്നു. അവിടെ പല സംഭവങ്ങളുണ്ടായി. എന്നാൽ അപ്പോസ്തലൻ പ്രവൃത്തി 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിൽ താന് മിലോത്തോസിലെത്തി, കപ്പൽ യാത്രയാണ്. മിലോത്തോസിലെത്തിയപ്പോൾ താൻ എഫെസോസിൽ നിന്ന് അവിടുത്തെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയെന്ന് വായിക്കും. അപ്പോസ്തലൻ പ്രവൃത്തി 20-ാം അധ്യായം വായിക്കണം. അവിടുന്ന് മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോടൊരു പ്രബോധനം പറയുന്നുണ്ട്. എഫെസോസിലെ മൂപ്പന്മാരോട്, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർത്തുകൊള്ളണം. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും, അവർ വിപരീതോപദേശം പറയും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്നും നിങ്ങൾ അത് മാറ്റിക്കളയാതെ ദൈവത്തിന്റെ വചനം തന്നെ അനുസരിച്ച് മുൻപോട്ട് പോകാൻ ഉത്സാഹിക്കണം. എന്നിട്ട് പൗലോസ് ഒരു വാചകം കൊണ്ട് പറഞ്ഞു, ഞാൻ 3 വർഷക്കാലം, അവിടാണ് ഈ 3 വർഷം നേടുന്നത്. നമ്മൾ കൊർന്നല്യോസിന്റെ പാഠശാലയിൽ 2 വർഷം, എന്നാൽ എഫെസോസിലെ മൂപ്പന്മാർ സംസാരിക്കുമ്പോൾ 3 വർഷം ഞാൻ രാവും പകലും കണ്ണുനീരോടെ ഓരോരുത്തരോട് ബുദ്ധി പറഞ്ഞ് നിങ്ങൾ ഓർത്തോളണം. അപ്പൊ തുർക്കിയിൽ താൻ ഏകദേശം 3 വർഷക്കാലം ശക്തിയായിട്ട് പ്രവർത്തിച്ചുണ്ടായ സഭകളാണ് ഈ ആസിയിലെ ഈ സഭകളെല്ലാം. അതിൽ 7 സഭകളെ മാത്രം തെരഞ്ഞെടുത്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നത് 7 സഭകളെ മാത്രം തെരഞ്ഞെടുക്കാനുള്ളതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. പെന്തക്കോസ്ത് നാളിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് ഫിലിപ്പ് എന്ന് പറഞ്ഞ ആള് സ്ഥാപിച്ച പട്ടണം പിടിച്ചെടുത്ത് സ്ഥാപിച്ച ഒരു പട്ടണമാണ് ഫിലിപ്പിയുടെ കൈസരി എന്നാണ് പിന്നെ പുള്ളിയുടെ പേര് വെച്ച് ആ പട്ടണത്തെ അറിയപ്പെടുന്നത്. ഫിലിപ്പിയുടെ കൈസരിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരോട് യേശു ഒരു ചോദ്യം ചോദിച്ചു, ജനം എന്നെ കുറിച്ച് എന്തോ പറയുന്നു? ഉടനെ പറഞ്ഞു, നീ യിരെമ്യാവാണെന്നൊരു അഭിപ്രായമുണ്ട്. പല പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. ഇങ്ങനെയൊക്കെ എല്ലാവർക്കും പല അഭിപ്രായമുണ്ട്. വേറൊരുത്തൻ പറഞ്ഞു, യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടിയല്ലോ, അവൻ ഉയർത്തെഴുന്നേറ്റ ആളാണെന്നൊരു അഭിപ്രായം ഉണ്ടെന്ന്. അപ്പം യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തോ പറയുന്നു? അപ്പൊ നമ്മുടെ പത്രോച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന്. ഈ വെളിപ്പാട് അവന് എവിടെ കിട്ടി? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു ആകുന്നു.
ഉടനെ കർത്താവ് എന്താ പറഞ്ഞറിയാമോ? ബെറിയോനാ ശിമോനേ, ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായി എന്റെ പിതാവാണ് ഇത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? നിന്റെ അച്ഛനല്ല ഇത് വെളിപ്പെടുത്തത്, എന്റെ പിതാവാണ് വെളിപ്പെടുത്തത്. ഈ പത്രോസിനെ എപ്പം കർത്താവ് വിളിച്ചാലും അവനെ വിളിക്കുന്നത് അവന്റെ അച്ഛന്റെ പേരോടെ പറഞ്ഞാൽ വിളിക്കും. ഇപ്പൊ യെശയ്യാ പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പിതാവിന്റെ പേര് വർക്കിയുന്ന, വർക്കിയുടെ മകൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അത് നമ്മളങ്ങ് സഹിക്കുകയെ. പിന്നെയും വർക്കിയുടെ മകനെ എന്ന് വിളിച്ചാല് എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരും. അല്ല, ഈ പത്രോസിനെ എപ്പം യേശു വിളിച്ചാലും വിളിക്കുന്ന വിളി എങ്ങനെയാണെന്നറിയോ? യോഹന്നാന്റെ മകനായ ശിമോനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പത്രോസ് വലിയ എടുത്തിയാട്ടക്കാരനാണ്. അവനാണ് ഏറ്റവും മിടുക്കൻ എന്നൊക്കെ പറഞ്ഞാണ് ഈ ശിക്ഷഗണത്തിൽ നടക്കുന്നത്. അപ്പം അവന് എല്ലാം അറിയാവുന്നൊരു ചിന്തയുണ്ട്, പക്ഷെ ഒന്നും അറിയത്തുമില്ല. എല്ലാം അറിയാവുന്നൊരു ചിന്തയുണ്ട്. എടുത്തിയാടി ഉത്തരം പറയാം. ഒരു കടാരി കൊണ്ടൊക്കെയാ പുള്ളി നടക്കുന്നത്. എടുത്തിയാടി ഉത്തരം പറയും. ഒരു സ്ത്രീയുടെ മുന്നില് 3 പ്രാവശ്യമൊക്കെ യേശുവിനെ തള്ളി പറഞ്ഞവനായി പത്രോസി. എല്ലാം എടുത്തിയാട്ട് കണ്ട. ഞാൻ അവനെ അറിയുന്നില്ല. പിന്നെ ആണയിടാൻ തുടങ്ങി, പ്രാകാൻ തുടങ്ങി, വായി വരുന്ന എല്ലാം വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായി പത്രോസ്. എന്നാൽ അവനുണ്ടല്ലോ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. ഈ പത്രോസിനെ നമ്മുടെ ഞാനോ യെശയ്യാ പാസ്റ്ററോ വല്ലതൊക്കെ ആണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടാണെങ്കിൽ, ഈ പത്രോസിനെ ഈ കൂട്ടായ്മ എന്ന് പതുക്കെ അങ്ങ് അകറ്റാൻ തോന്നും. കാരണം പുള്ളിയെ കൊണ്ട് സഭ മടുത്തിരിക്കുക, കൂട്ടായ്മ മടുത്തിരിക്കുക. കാരണം പുള്ളിയുടെ നടപ്പുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഒന്നാമെന്നുള്ള നിലയില്ല. അപ്പം അവനായി വെളിപ്പാട് ഇട്ടത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. കർത്താവ് പറഞ്ഞു ബെറിയോനാ ശിമോനെ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ മകനായ ശിമോനെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നറിയാം. എനിക്ക് നിന്നെ അറിയാം, നിന്റെ അപ്പനെ നല്ലവണ്ണം അറിയാം, നീ എവിടുന്ന് വന്നവനാണെന്നും അറിയാം, മീൻപിടുത്തക്കാരനാണെന്നും അറിയാം, നീ പഴയ ഒട്ടയം കഴി നടന്ന വ്യക്തിയാണെന്നറിയാം. ഇതൊക്കെ മറന്നു പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പഴയ സ്ഥിതിയെ, പണ്ടത്തെ സ്ഥിതികളൊക്കെ മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. ദൈവം ഉയർത്തി കഴിയുമ്പോഴത്തേക്ക് വലിയ വീടൊക്കെ പണിത്, വലിയ കൊട്ടാരമൊക്കെ പണിത്, വലിയ സഭയൊക്കെ കഴിയുമ്പോൾ എവിടുന്നാ വന്നെന്നുള്ള വിവരമൊക്കെ മറന്നുപോകും. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തിയ ദൈവമാണെന്നുള്ള കാര്യമൊക്കെ മറന്നുപോകും. ഈ പത്രോസിനെ അതൊന്ന് ഓർപ്പിക്കാൻ അവന്റെ അച്ചായന്റെ കാര്യം കൂടെ പറയുമ്പോൾ ദൈവം അങ്ങ് താഴും. ഇത് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തത്, സ്വർഗസ്ഥനായി എന്റെ പിതാവാണ് വെളിപ്പെടുത്തത്. ഈ പണ്ട് കുമ്പനാട്ടിൽ നിന്ന് ഒരു മത്തായി അപ്പച്ചൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു. ഒരു റബ്ബർ വെട്ടുകാരനാണ്, റബ്ബറും വെട്ടി നടന്ന ആളാ, കൂലി വേലക്കാരനാണ്. 9 പിള്ളേരുണ്ട്. ഓല മേഞ്ഞ ഓലപ്പര കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓലപ്പരയുടെ ഇടയിലും, അതുപോലെ ചാണകം വെട്ടിയ തറയിലും, അതുപോലെ പായുണ്ടല്ലോ, ആ പായലും കടന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ്. പ്രൈസലോ, ടെലഫോൺ ഓഫ് ചെയ്യാൻ മറന്നുപോയി. ജീവിച്ച ഒരു വ്യക്തിയാണ്. ആൾക്കാരുടെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ മത്തായി അപ്പച്ചൻ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് കെ.ഇ. എബ്രഹാം സാറിനെ, ഉണ്ണുണ്ണി സാറിനെ വരുത്തി തന്റെ വീടിന്റെ അവിടെ ഒരു കൺവെൻഷൻ നടത്തിയാൽ കൊള്ളാൻ താല്പര്യം തോന്നി. അങ്ങനെ കൺവെൻഷൻ നടത്തി. ഉണ്ണുണ്ണി സാറിനോട് വിളിച്ചു. അക്കാലത്ത് ഉണ്ണുണ്ണി സാർ വലിയ അന്നത്തെ പ്രഭാഷകനാണ്. അദ്ദേഹം വന്നു, ആൾക്കാരൊക്കെ കൂടി കൺവെൻഷൻ നടന്നു. അനേകർ രക്ഷിക്കപ്പെട്ടു, അനേകർ സ്നാനപ്പെട്ടു. അപ്പച്ചന് വലിയ സന്തോഷമായി. എന്തൊരു സന്തോഷമായിരുന്നറിയോ? ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പച്ചന്. എന്നിട്ട് ഉണ്ണുണ്ണി സാറിനെ വരുത്തി വീട്ടിൽ കൊണ്ടുവന്ന് ആഹാരം കൊടുത്തിട്ട് വിടാനാ പ്ലാന്. അങ്ങനെ വീട്ടിൽ കൊരണ്ടിപ്പലയുണ്ട്, ചാണകം പരത്തിയ വീടാണ്, തഴപ്പായാണ് ഉള്ളത്. തരണയാണെങ്കിൽ അതെല്ലാം കീറി പറഞ്ഞ് വല്ല ഇറക്കുന്ന ഒരു തരണം. അപ്പം ഇദ്ദേഹത്തിന് ഉണ്ണുണ്ണി സാറിനെ വീട്ടിൽ കിടത്താൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഒരാളുടെ കട പോയി വാടകയ്ക്ക് എടുത്തിട്ട് ആരാണ്ടോട് ഒരു കട്ടിൽ മേടിച്ചിട്ട് ഒരു പായൊക്കെ ആക്കി ഒരു മനോഹരമായ തന്റെ കഴിവത്ത് സാറിനെ അവിടെ പാർപ്പിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കൊണ്ടുവന്നു. കൺവെൻഷൻ കഴിഞ്ഞു. ഉണ്ണുണ്ണി സാറിനെ കൊരണ്ടിപ്പലയെ ഇരുത്തിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, സാറ് കിടക്കുന്നത് ഇവിടെ അല്ല, സാറ് കിടക്കുന്നത് ഞാനൊരു വീട്, ഒരു പീടിയ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അവിടെ കിടക്കുന്നത്. ഉണ്ണുണ്ണി സാറ് പറഞ്ഞു, മത്തായിച്ച അങ്ങനെ പറയരുത്, ഇന്ന് രാത്രി മത്തായിച്ചന്റെ വീട്ടിൽ തന്നെ ഞാൻ കിടക്കത്തുള്ളൂ. ഉടനെ മത്തായിച്ച പറഞ്ഞു, സാറങ്ങനെ പറയല്ലേ, കാരണം എനിക്ക് 9 പിള്ളേരുണ്ട്, രാത്രി ഒന്നും ഉറങ്ങത്തില്ല, പീക്കെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വലിയ ബഹളം ഉണ്ടാക്കും. അത് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം ഇല്ലാത്ത വീഴുന്നത്. അതുകൊണ്ട് സാറിന് മനോഹരമായ ഒരു സൗകര്യം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇല്ല, മത്തായിച്ച ഇന്ന് രാത്രി മത്തായിച്ചന്റെ വീട്ടിൽ തന്നെ ഞാൻ കിടക്കും. അന്ന് രാത്രി
അതേ ഒരു തഴപ്പായ എടുത്തു കൊടുത്തു. തലണയില്ല, പിള്ളേർ കിടന്ന തലണയാണ്. ആ തഴപ്പായി ഉണ്ണൂർ സാർ കിടന്നില്ല. ആ തഴപ്പായി താൻ മുട്ടുമടക്കിക്കൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ മത്തായിച്ചന്റെ കൂടിൽ ഒരു കൊട്ടാരമാക്കി മാറ്റണമേ. ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കൂലിപ്പണിക്കാരനായ മത്തായിച്ചൻ അധ്വാനിച്ച് കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് മിടുക്കന്മാരായി, എഞ്ചിനീയേഴ്സായി, ഡോക്ടേഴ്സായി. നടന്ന സംഭവം കേട്ടോ. അവർ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കടന്നുപോയി, അമേരിക്കയിലൊക്കെ കടന്നുപോയി. ഇന്ന് അവരുടെ തലമുറയൊക്കെ ഇവിടെ. ആ വീട് ഒരു കൊട്ടാരം പോലെ വീട് പണിതു. അപ്പോൾ ഈ മത്തായിച്ചന് വലിയ സന്തോഷമായി. ഈ മക്കളെല്ലാം കൂടെ ഒന്നിച്ച് അവധിക്ക് വരുന്ന ഒറ്റ സമയത്ത് അവധി അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്താ വരുന്നത്. വരുമ്പോൾ ഈ അപ്പന്റെ സാക്ഷി പറയേണ്ടത്, അപ്പം തൃപ്തനായി പല്ലുമൊക്കെ കൊഴിഞ്ഞ് വയ്യ വടിയും കുത്തി സ്റ്റേജിൽ ചെന്ന് പറയും, എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് പറയും, ഞാനൊരു കൂലി വലക്കാരനായിരുന്നു, ഞാനൊരു റബ്ബർ വെട്ടുകാരനായിരുന്നു. ഇത് പറയുമ്പം ഈ മക്കളൊക്കെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സാ. അവരൊക്കെ നല്ല ഫോറിൻ സാരി, തിളങ്ങുന്ന സാരിയൊക്കെ ചുറ്റി വലിയ വിലപ്പെടുപ്പുള്ള വസ്ത്രമൊക്കെ ധരിച്ചു വന്നിങ്ങനെ ഇരിക്കുമ്പോ അവർ കിടന്നങ്ങ് വിഷമിക്കും. ഈ അപ്പച്ചൻ ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞങ്ങളുടെ സ്റ്റാറ്റസിന് കേടല്ലേ? അത് മനസ്സിൽ ഇരുന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്നൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചാൽ പോരെ? അപ്പച്ചൻ അത് വിളിച്ചു പറയും, ഞാനിത് പറയുന്നത് എന്റെ മക്കൾക്ക് ഇഷ്ടമല്ല, എനിക്ക് പറയാതിരിക്കാനൊക്കത്തില്ല. ഞാനൊരു കൂലി വേലക്കാരനായിരുന്നു, ഒരു റബ്ബർ വെട്ടുകാരനായിരുന്നു. എന്നാൽ ഇത്രാം വർഷത്തിൽ മഹാനായ ഉണ്ണുണ്ണി സാർ എന്റെ വീട്ടിൽ വന്ന് എന്റെ കൊറഞ്ഞപ്പല ഇരുന്ന് ആഹാരം കഴിച്ച് അവിടെ ഇന്ന് തഴപ്പായ മുടങ്കാട് മടക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ ദൈവം കേട്ടു. എന്റെ വീട് ഓലപ്പരയായിരുന്നു. ഞാനിരുന്ന് ആഹാരം കഴിച്ചൊരു കൊറഞ്ഞപ്പലയിലായിരുന്നു. ആ ചാണകം മെഴുകിയ വീട്ടിലായിരുന്നു. അതേ മഴ പെയ്ത വ്യക്തം വെള്ളം അവിടെ വീടുമായിരുന്നു. എന്നാൽ എന്റെ ദൈവം എന്നെ ഉയർത്തി. ഉണ്ണുണ്ണി സാറിന്റെ ഒരൊറ്റ പ്രാർത്ഥനയാണ് എന്റെ വീടിന് വ്യത്യാസം വന്നത്, എന്നെ അനുഗ്രഹിച്ചത്. നിന്റെ ദൈവം എത്ര ഉയർത്തിയാലും നീ പഴയ പത്രോസാന്നുള്ള കാര്യം മറക്കല്ല കേട്ടോ. പഴയ സിമോനാന്നുള്ള കാര്യം മറക്കല്ല കേട്ടോ. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ നിന്റെ പഴയ കൊറഞ്ഞിപ്പല മറക്കല്ല കേട്ടോ. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ നീ ഒരു കൂലി വേലക്കാരനായിരുന്നു, മറക്കരുത്. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ നിന്റെ വീട് ഓലപ്പരയായിരുന്നു, മറക്കല്ലേ. പഴയ അവസ്ഥ ഒരിക്കലും മറക്കരുത്. സിമോനെ ഒന്ന് ഒതുക്കാനുള്ള മാർഗം സിമോനെ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തുന്നത്. നീ ഭാഗ്യവാൻ. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അത് പണിയുമെന്നാ പറഞ്ഞത്. ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ മേൽ പണിയുമെന്നല്ല. ഈ പാറമേൽ നീ പെട്രോസ് ആകുന്നു. നീ ഭർത്താവ് പറഞ്ഞെന്നറിയോ? പത്രോസ് എന്ന് പറഞ്ഞ നീ പാറക്കഷ്ണമാണ്, നീ ഒരു കല്ല. നീ പത്രോസ് ആകുന്നു. എന്നാൽ യുഗങ്ങളുടെ പാറയാകുന്ന ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. ഭാവികാല പ്രയോഗ പറഞ്ഞത്. എപ്പോഴാ പണിന്നറിയാമോ? പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ഒന്നിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്നാ വായിക്കുന്നത്. അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഇനി അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ സഭയുടെ പണി ആരംഭിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെ പണി നടന്നുകൊണ്ടിരിക്കും. കർത്താവിന്റെ വരവിങ്കൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലാണ് സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അനന്തരം ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ആദ്യ ശബ്ദം ഇവിടേക്ക് കയറി വരിക. അപ്പോൾ സഭ എടുക്കപ്പെടുന്നത് വരെയുള്ള 7 കാലഘട്ടങ്ങളെ കാണിക്കുന്നതാണ് ഈ ആസീലിയൻ സഭകൾ. 7 കാലഘട്ടങ്ങളെ പ്രതികരിക്കുന്നതാണ്. അത് നമ്മൾ 2-3 അധ്യായങ്ങൾ വായിച്ചു പോകുമ്പോൾ അത് ഞാൻ വിശദമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ചേർന്ന് വരണം. ഇടയ്ക്കൊക്കെ ഉദാഹരണങ്ങൾ പറയും, ഉറങ്ങാതിരിക്കാനെന്ന് പറയുന്നത്. അപ്പം കാരണം ഇത് ഗ്രഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നോക്കണമേ, 2-3 അധ്യായങ്ങൾ ഇവിടെ വായിക്കുന്ന വെളിപ്പാട് പുസ്തകം 3 ഭാഗമായി തിരിച്ചിരിക്കും. ഒന്ന് നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് 2-3 അധ്യായങ്ങൾ. അതാണ് ഇപ്പോൾ ഉള്ളത്. ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നതാണ് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. ഞാനിപ്പോൾ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ തൃശ്ശൂരിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടം വരെയായി 4-ാം അധ്യായമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. തൂലിയ TV പൂനായില് 3-ാം അധ്യായത്തോട്ട് കയറിയുള്ളൂ. അല്ല 3-ാം അധ്യായം ഫിലദൽഫിയ സഭയെ കൊണ്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം നല്ല ആൾക്കൂട്ടമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്ക് ട്രിവാൻഡ്രത്തും ഇങ്ങനൊരു ക്ലാസ് തുടങ്ങുവാനും
വരാൻ പോകുന്ന സംഭവങ്ങളും ഇപ്പോഴത്തെ അവസ്ഥകളും എല്ലാം നിങ്ങളെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി ജനത്തെ ഉണർത്താത്തക്കണം. ഇതെല്ലാം ദൈവം പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കത്തില്ല. ഞാൻ ക്ഷീണം എന്തെന്ന് അതേ അലസത എന്റെ ജീവിതത്തിൽ ഇല്ല. ഞാൻ ഒരു അലസനല്ല. എന്നെ വിളിച്ച നാൾ മുതൽ ഞാൻ കർത്താവിന് വേണ്ടി ഏതെങ്കിലും ഒന്ന് ചെയ്യാനൊത്തില്ല. എനിക്ക് ഒരു പരിപാടി ഇല്ലെങ്കിൽ എവിടെയും രണ്ട് ട്രാക്ടർ കൊണ്ട് ഇറങ്ങി ഞാൻ ആൾക്കാരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. നമ്മൾ ഉദാസീനത്തോടെ ഇരിക്കാൻ പഠിക്കരുത്. അതേ ഉദാസീനന് കുറച്ച് കർത്താവിന് വലിയ പ്രയാസമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവൻ. നമ്മൾ തീഷ്ണുള്ളവരായി പ്രവർത്തിക്കാം. അപ്പൊ വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. ഒന്ന് നീ കണ്ടത് 1-ാം അധ്യായം 1-11 മുതൽ ഉള്ള വാക്യങ്ങൾ. ഇപ്പോൾ ഉള്ളത് 2-3 അധ്യായങ്ങൾ. ഇപ്പോൾ എന്ന് പറഞ്ഞ സഭായുഗ, കൃപായുഗ. നമ്മളിപ്പം കൃപായുഗത്തിലാണ്, സഭായുഗത്തിലാണ്. കൃപയുടെ വാതിൽ പൂട്ടുന്ന സന്ദർഭമുണ്ട്. അതുകൊണ്ട് വേഗം വന്ന് കപ്പലിൽ പ്രവേശിക്കാൻ പാടില്ലേ. താമസിയാതെ കൃപയുടെ വാതിൽ പൂട്ടും. 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയാണ് ഇനി മേലാൽ സംഭവിപ്പാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവിടെ കേൾക്കാനാണ് ആൾക്കാർക്ക് വലിയ താല്പര്യം. ഏതാ ഭാവിയില് ആ മുദ്ര പൊട്ടിക്കുന്നതും ആ 7 തലമുള്ള മൃഗമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതും അതൊക്കെ ഒന്ന് കേൾക്കാൻ വരട്ടെ. ശാന്തമായിട്ട് പോകാം. ശാന്തമായിട്ട് 1, 2, 3 അധ്യായങ്ങൾ പഠിച്ചിട്ട് മാത്രമേ അങ്ങോട്ട് കയറാൻ കണക്കത്തുള്ളൂ. വെളിപ്പാട് പുസ്തകത്തിന്റെ ആ ആരംഭ ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് അറിയാം. ഇനി അടുത്ത ഒരു വിഷയം നിങ്ങൾ ഇന്നത്തെ പഠനത്തിന് വേണ്ടി ഞാൻ പറയുന്നത് 3 ഭാഗമായി വേർതിരിച്ചിരിക്കുന്നു. അടുത്തൊരു വിഷയം, യോഹന്നാൻ ഇതെഴുതാൻ വേണ്ടി 4 പ്രാവശ്യം ആത്മാവിലായി. അത് നമ്മുടെ റോസമ്മ സിസ്റ്റർ വായിച്ചേൽപ്പിക്കും. 4 പ്രാവശ്യം ആത്മാവിലായി. 1-ാം പ്രാവശ്യം ആത്മാവിലായത് 1-ാം അധ്യായം 10-ാം വാക്യം വായിച്ചേ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എവിടെ കിടന്നാന്നറിയാമോ? പത്മോസ് ദ്വീപിൽ കിടന്ന്. താന് ഈ പത്മോസ് ദ്വീപിലേക്ക് വന്നപ്പോൾ അതെ എന്താ പറഞ്ഞ തന്നെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടാണോ, എന്തെങ്കിലും മോഷണം കാണിച്ചിട്ടാണോ വന്നത്? അല്ല. നമ്മൾ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ വായിച്ചേ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലെ സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. എനിക്കത് കേൾക്കും വലിയ സന്തോഷം. അദ്ദേഹം യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് വരാൻ കാരണം എന്താണെന്നറിയാമോ? യേശുവിന്റെ സാക്ഷ്യം, ദൈവവചന നിമിത്തം. ഇന്ന് പലർക്കും അത് എന്തെങ്കിലും തെറ്റുകൾ കാണിച്ച് ജയിലിൽ അടയ്ക്കപ്പെടുന്നവരുണ്ട്, തടവുകാരാകുന്നുണ്ട്. യോഹന്നാൻ വന്നത് ദൈവവചന നിമിത്തവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തവും പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ആരുമില്ലാത്ത ഒരു സ്ഥലം. ആ ദ്വീപിൽ വന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ഈ കർത്തൃദിവസം എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. ഒന്ന്, ഞായറാഴ്ചയെ കർത്താവിന്റെ ദിവസം എന്ന് പറയുമായിരുന്നു. പഴയ നിയമകാലത്ത് ശനിയാഴ്ച ആയിരുന്നു അവർ ആരാധന നടത്തിക്കൊണ്ടത്, ശാബത്ത്. എന്നാൽ ആഴ്ചവൃത്തി 1-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതേ ക്രിസ്ത്യ സഭയുടെ ആരാധന ആഴ്ചവൃത്തിന് 1-ാം നാളാകുന്ന ഞായറാഴ്ച മാറ്റി. കാരണം അപ്പോസ്തലർ 20-ാം അധ്യായം വായിക്കുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് വായിക്കുന്നില്ലേ? പുതിയ നിയമ ആരാധന ശാബത്ത് ദിവസം മാറ്റി അവർ ഞായറാഴ്ചയാക്കി. ഗലാത്യർ വായിക്കുന്നില്ലേ? നിങ്ങൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കൂടി വരുമ്പോൾ അതേ ധനശേഖരം നടത്തണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ലേ? അപ്പോൾ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനോടുള്ള ബന്ധത്തിൽ ഞായറാഴ്ച ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആരാധന മാറ്റി. നമുക്കിപ്പം നമ്മൾ ശാബദാചരണം നമുക്ക് ഇല്ല. അതൊക്കെ ശാബദ മിഷന്റെ ദുരുപദേശം കാണണം എന്നുള്ളൊരു പ്രസംഗം നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. പാസ്റ്റർ സി വി ആൻഡ്രൂസ് അടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അവരെ ഞാൻ നല്ലവണ്ണം കണ്ണിച്ച് ദൈവത്തിന്റെ ഉപദേശം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് 1-ാം പ്രാവശ്യം ആത്മാവിലായത് കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി. നമുക്കിപ്പൊ ഞായറാഴ്ച എന്നുള്ളത് എടുക്കാം. പിന്നെ താഴോട്ട് പഠിച്ചു വരുമ്പം ആ കർത്തൃ ദിവസം കർത്താവിന്റെ ദിവസം എന്നുള്ളതിന് വിശദമായ അർത്ഥമുണ്ട്. കർത്തൃ ദിവസം ഞായറാഴ്ച. ശനിയാഴ്ച വരെയും യോഹന്നാൻ വന്ന സന്ദർഭം മുതൽ ഇങ്ങനെ ഇരിക്കുക. ദൈവമേ, ഞാന് അവിടെ വിശ്വാസികളായിട്ടൊക്കെ ഒന്നിച്ച് നമ്മൾ ഈ ഒറ്റയ്ക്ക് ഏകരായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് എന്തെല്ലാം ചിന്തകൾ കടന്നു വരും ഇല്ലേ? ഏകരായിട്ടിരിക്കുന്ന സമയത്ത് എന്തെല്ലാം വിഷമസതകൾ കടന്നു വരും, എന്തെല്ലാം ദുഃഖങ്ങൾ കടന്നു വരും. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ യോഹന്നാൻ ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ശനിയാഴ്ച വരെ താനിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന സമയത്ത് കർത്താവിന്റെ കൂടെ നടന്നതായ സന്ദർഭം 3.5 വർഷക്കാലം നടന്നില്ലേ? 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പം ആ കോട്ട എടുത്തോണ്ടൊക്കെ നടന്നില്ലേ?
ഇതെല്ലാം താൻ ഓർത്തു. ഇങ്ങനെ ഓർത്തോർത്ത് ഞായറാഴ്ച പുലർന്നു. കർത്താവിന്റെ ദിവസം വന്നപ്പോഴത്തേക്ക് ആ മർക്കോസിന്റെ മാളി വെച്ച് യേശുവിന്റെ മാർവോട് ചാരിയിരുന്ന അനുഭവം കൊണ്ട് ഓർത്തു. ആ സ്നേഹമഹാസമുദ്രത്തിൽ സ്നേഹം ആസ്വദിക്കുന്ന ആ അനുഭവം താൻ അങ്ങോട്ട് ഓർത്തു കഴിഞ്ഞപ്പോൾ താൻ ആത്മാവിലായി, ആത്മവിവശനായി. അന്നേരാണ് ഒരു ഭഗത്വപൂർണനായ കർത്താവ് അവിടെ വന്നു കേട്ടോ. താൻ ദർശനം കാണുകയാണ്. ആത്മവിവശനായി കഴിഞ്ഞപ്പോൾ താൻ കണ്ട കാഴ്ച മഹത്വപൂർണനായ കർത്താവ്, തേജസ്കരിക്കപ്പെട്ട കർത്താവ്. മർക്കോസിന്റെ മാറി വെച്ച ഈ മാറി ചാരി ഇരുന്നിട്ടുണ്ട്, യോഹന്നാൻ ചാരി കിടന്നിട്ടുണ്ട്. എന്നാൽ അന്നത്തെ ശരീരമല്ല ഇപ്പോൾ, തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. ഈ ഭാഗം വായിച്ചാൽ ഡോക്ടർ മുരളീധരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഡോക്ടർ മുരളീധരൻ, അദ്ദേഹം നമ്പൂതിരി മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഭാഗം വായിച്ചിട്ട് തന്റെ അപ്പൻ വലിയ ഭക്തനായിരുന്നു. താൻ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാ ബിംബങ്ങളുടെയും മുമ്പിൽ പോയി നിൽക്കുമ്പോൾ പുള്ളിക്ക് പേടിയായിരുന്നു പറഞ്ഞു. ഡോക്ടർ മുരളീധരനെ പേടിയാ. കാരണം ഇങ്ങനെ തുമ്പിക്കൈ കൊണ്ടൊക്കെ ഇങ്ങനെ വലിയ കോരമായിട്ട് നിൽക്കുന്ന കണ്ടപ്പം പുള്ളി കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ദേവാ രാത്രി സ്വപ്നത്തിൽ എൻ്റെ അരികെ വരണ്ടേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? ദേവാ ദയവ് ചെയ്ത് പ്ലീസ് രാത്രി സ്വപ്നത്തിൽ എൻ്റെ അരികെ വരല്ലേ. കാരണം വന്നാ പേടിച്ചു. വെളിപ്പാട് പുസ്തകം ഈ 1-ാം അധ്യായം അഗ്നിജ്വാലിക്കത്തെ കണ്ടുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ കേട്ടോ, വെള്ളോട്ടിന് സദൃശ്യമായ കാല് ഉള്ളി ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഇതൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ പേടിച്ചു പോയില്ലേ? പേടിച്ചു പോകത്തില്ലേ? മറുമല വെച്ച് കർത്താവ് ഒന്ന് രൂപാന്തരപ്പെട്ട പത്രോസ്, യോഹന്നാനും യാക്കോവും ബോധം കെടുത്ത് ആടെ പോയില്ലേ? ഈ ഒരു രൂപം കണ്ടപ്പം യോഹന്നാൻ ബോധം കെടുത്ത് താഴെ പോയെന്നാ വായിക്കുന്നത്. കാരണം അന്ന് മർക്കോസിന്റെ മാളിൽ വെച്ച് കണ്ട രൂപമല്ല ഇത് തേജസ്കരിക്കപ്പെട്ട രൂപമാണ്. ബോധം കെട്ട് മരിച്ചവനെ പോലെ ആയപ്പം പറഞ്ഞു, യോഹന്നാൻ നീ എഴുന്നേൽക്ക്, ഞാന് അതേ മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് യോഹന്നാൻ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ സമയം പോകുന്നു. 1-ാമത് ആത്മാവിലായപ്പോൾ മഹത്വപൂർണ്ണനാകുന്ന യേശുവിനെ താൻ കണ്ടു. ഇനി 2-ാമത് ആത്മാവിലായത് 4-ാം അധ്യായം 2-ാം വാക്യം വായിച്ച 4:2. ഇങ്ങനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഉടനെ ഞാൻ ആത്മാവിലായി. എപ്പോഴാ? ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ അങ്ങ് ആത്മാവിലായി. കർത്താവിന്റെ രഹസ്യ വരവ് അവിടെ കേട്ടോ, 2-ാം വരവാണ്. കർത്താവിന്റെ രഹസ്യ വരവിങ്കൽ അത് യോഹന്നാൻ വരവിങ്ങനെ കണ്ടോണ്ടിരിക്കുക. രഹസ്യ വരവിങ്കൽ ഇവിടെ കയറി വരുവീൻ സഭയെ വിളിക്കുന്ന ആ ലവോദിക്ക സഭയുടെ ദൂത് കഴിഞ്ഞിട്ട് വായിക്കുന്ന അനന്തരം സ്വർഗത്തെ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടു. അനന്തരം എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് ശേഷം ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ ആത്മാവിലായി പോയി. പെട്ടെന്ന് താൻ സ്വർഗത്തിൽ കയറി. ആ സ്വർഗത്തിൽ യോഹന്നാൻ കയറുന്നത് സഭ സ്വർഗത്തിൽ എടുക്കപ്പെട്ടതിന്റെ ഒരു നിദർശനമായിട്ടാണ്. വെളിപ്പാട് പുസ്തകം രൂപകാലങ്കാരത്തിൽ എഴുതിയിരിക്കുന്നത്. അത് വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടയാളത്താലാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. താൻ ആത്മാവിലായി സ്വർഗത്തിൽ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളും താമസിയാതെ എടുക്കപ്പെടാൻ സമയമായി. ഇസ്രായേലിന്റെ ചരിത്രമൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഈ വെളിപ്പാട് പുസ്തകം. നിങ്ങൾ ഉത്സാഹത്തോടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇനി എന്നെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞ് ഞാൻ മാറത്തില്ല. പക്ഷെ നിങ്ങളെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞൊഴി പോവാണെങ്കിൽ ഞാനങ്ങ് മാറിയിരിക്കും. പ്രശ്നം അതുകൊണ്ട് എന്നെക്കാട്ടിലും ഒരു പടി മുമ്പിലായിരിക്കണം നിങ്ങളെല്ലാം. നിങ്ങൾ ഒരു പടി മുമ്പിൽ നിന്നാൽ ഈ എളിയദാസൻ ഈ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ ഉത്സാഹമാണ്. വിദ്യാർത്ഥികളെല്ലാം എന്ത് ചെയ്യണം? ഉറക്കം തൂങ്ങിയൊന്നും ഇരിക്കരുത്. കോട്ടുവ വിടല്, കോട്ടുവ വന്നാ വിട്ടോ, പക്ഷെ ഇച്ചിരി ഒതുക്കത്തി വേണം വിടാൻ. ഞാൻ കുവൈറ്റിൽ ഒരു കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഏറ്റവും വലിയ കോട്ടുവ കണ്ടത്. അയ്യോ, അതുപോലെ കോട്ടുവ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ കൺവെൻഷനിൽ പ്രസംഗിച്ചിരുന്നപ്പോൾ ഉള്ളി ആലങ്കോലം എന്ന് പറഞ്ഞു കോട്ടുവ വിട്ടു. അപ്പൊ എല്ലാവരും ചിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കോട്ടുവ വിടുന്നതിൻ്റെ അകത്ത് എതിരൊന്നുമില്ലെന്ന് പറഞ്ഞു. കാരണം സംകീർത്തന ഒരു വാക്യമുണ്ട്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം, ഞാനതിനെ നിറയ്ക്കും. അതുകൊണ്ട് എന്തിനാ ചിലപ്പം ദൈവം അതേ നിറയ്ക്കാൻ വേണ്ടി. അപ്പം അതോടെ ആൾക്കാരുടെ ഏകാഗ്രതയിൽ കടന്നു വന്നു. അതുകൊണ്ട് കോട്ട വിടുന്നതിനൊന്നും കുഴപ്പമില്ല, ശാന്തമായി അതിൻ്റെതായ ഭംഗിയിൽ ഓക്കെ അതൊക്കെ ചെയ്താൽ ഉണ്ടല്ല. നിങ്ങളെല്ലാം ഉത്സാഹത്തോടെ ഇരിക്കുന്നുണ്ട്. ഇത്ര നേരമായിട്ട് ഞാൻ ഒറ്റ കോട്ടുവായും കണ്ടില്ല, ഒറ്റ കുഞ്ഞു ഉറങ്ങുന്നതും കണ്ടില്ല. 2-ാം പ്രാവശ്യം ആത്മാവിലായപ്പോൾ ഇവിടെ കയറി വരുവീൻ
സഭ സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. ഇനി മൂന്നാം പ്രാവശ്യം ആത്മാവിലായത് ഇപ്പം ചുരുക്കമായിട്ട് പറയാം. മുഖവരി 17 അധ്യായം 3-ാം വാക്യം. 17-3. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അവനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. മൂന്നാം പ്രാവശ്യം ആത്മാവിലായത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തില് ഒരു സ്ത്രീയെ കുറിച്ചാണ് വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മളൊരു മൃഗത്തെ കാണുന്നില്ലേ? 7 തലയും 10 കൊമ്പുള്ള ഒരു മൃഗം. അത് അന്തിക്രിസ്തുവാണ്. 17-ാം അധ്യായത്തിൽ അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയാണ് ഈ സ്ത്രീ. ആ അന്തിക്രിസ്തുവിന്റെ പുറത്ത് കയറിയാണ് ഈ സ്ത്രീ ഇരിക്കുന്നത് കേട്ടോ. അവിടെ വായിക്കുന്നത് ഇത് കാണാൻ. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ മഹോദരകാലത്ത് നടക്കാവുന്ന സംഭവം. അതുകൊണ്ട് നമ്മളത് പേടിക്കണം. നമ്മളൊന്ന് അന്നേരം സ്വർഗത്തില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ 17-ാം അധ്യായത്തിൽ ഈ കാഴ്ച കാണിക്കാൻ യോഹന്നാനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവൻ ആത്മാവിലായി. ആത്മാവിൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പേടിച്ചു പോകും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം പഠിക്കാൻ തക്കണം. ഈ ദിവസങ്ങളില് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിഷേകം പ്രാപിക്കാതെ പ്രാപിക്കണം, ആത്മാവിൽ നിറയണം, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം, കാത്തിരുന്ന ശക്തിയെ പുതുക്കണം. 3-ാം പ്രാവശ്യം ആത്മാവിലായത് അന്തിക്രിസ്തുവിന്റെ മണവാട്ടി കാണാൻ കാണണം. അന്തിക്രിസ്തുവിന്റെ മണവാട്ടി വെളിപ്പെടുക. 4-ാം പ്രാവശ്യം ആത്മാവിലായത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിച്ചേ. പറഞ്ഞത് സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ തെറ്റിപ്പോയി. 21-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്നു. 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാ എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മരക്ഷതയിൽ ഉയർന്ന ഒരു മലയിൽ വൻമലയിൽ കൊണ്ടുപോയി. 4-ാം പ്രാവശ്യം ആത്മാവിലായത് 21-ാം അധ്യായം 10-ാമത്തെ വാക്യം. വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ അത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴേ യോഹന്നാൻ ആത്മാവിലായി. അത് കാണിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞപ്പം കാണുന്നത് എന്താണെന്നറിയാമോ? ഒരു കെട്ടിട സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് എന്റെ ഭാര്യയെ കാണിക്കാന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് കാണിച്ചാൽ നമുക്ക് എന്ത് ദേഷ്യം വരും? ഭാര്യയെ കാണിക്കാന്ന് പറഞ്ഞു കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ യോഹന്നാനും ഭാര്യ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിക്കാന്ന് പറഞ്ഞ് പുള്ളിയെ വിളിച്ചോണ്ട് പോയി. പുള്ളി അങ്ങ് ആത്മാവിലായി. നോക്കിയപ്പോ ഒരു കെട്ടിടം ഇറങ്ങി വരിക. യോഹന്നാന് കാര്യം മനസ്സിലായി. ഈ കെട്ടിടം ആ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി പുതിയ യെരൂശലേം. പക്ഷെ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും നിർത്തേണ്ടതിന് പിന്നെയും നിങ്ങളോട് എന്റെ എനിക്ക് ചേർക്കുമെന്ന് പറഞ്ഞില്ലേ? ആ കെട്ടിടം ഇറങ്ങി വരുന്നത് അത് മണവാട്ടിയോട് കൂടെ ഇറങ്ങി വരികയാണ്. അതാണ് കുഞ്ഞാടിന്റെ കാന്ത. യോഹന്നാന് അതേ പേടിക്കേണ്ടി വന്നില്ല, സംശയം വന്നില്ല. നമ്മൾ നോക്കി പാർക്കുന്ന, നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുന്ന ആ മഹാ കെട്ടിടമാണത്. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച. ഇതാ മനുഷ്യനോടുകൂടി ദൈവത്തിന്റെ കൂടാരം. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഓർത്തിരിക്കട്ടെ. ഇതിന്റെ വിഭജനം 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. നീ കണ്ടത്, ഇപ്പോഴത്, ഇനിമേൽ സംഭവിപ്പായിരിക്കുന്നത്. രണ്ടാമത് 4 പ്രാവശ്യം ആത്മാവിലായി. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവൻ ആത്മാവിലായപ്പോൾ യേശുവിനെ കണ്ടു. 2-ാം പ്രാവശ്യം ആത്മാവിലായപ്പോൾ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു കണ്ടു. 3-ാം പ്രാവശ്യം ആത്മാവിലായപ്പോൾ അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയെ കണ്ടു. 4-ാം പ്രാവശ്യം ആത്മാവിലായപ്പോൾ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയെ കണ്ടു. യേശു ക്രിസ്തു സഭയെ കണ്ടു. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. എനിക്ക് 1 മണിക്കൂറാണ് സമയം തന്നത്. 12 ഇപ്പോൾ അവിടെ 1:30 കഴിഞ്ഞു പോയി. ഞാൻ സമയപാലകനാണ്. നമുക്കിന്നിവിടെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ചയിൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കാം. ആകയാൽ നമ്മൾ വെളിപ്പാട് ദിവസം പഠിക്കാൻ വേണ്ടി അടുത്ത ആഴ്ചയിൽ കുറച്ച് ആൾക്കാരെ കൂടെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരണം. ഈ പഠനം നമുക്ക് അനുഗ്രഹമായിരിക്കും. ആത്മാക്കൾ സഭയിലേക്ക് കടന്നു വരും, രക്ഷിക്കപ്പെടും. അനേകർ കർത്താവിനെ കണ്ടുമുട്ടും, അനേകർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കും, അനേകർ സുവിശേഷ വേലയ്ക്കായി സമർപ്പണം ചെയ്യും. ആ ഒരു നിലയിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം കടന്നു വരട്ടെ. ഈ വചനങ്ങളാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ.